الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്കും ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തി തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി ശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ജീവിതത്തിന്റെ ഉടമകളായി റൂഹ് പിരിയുന്ന നേരം വരെയും നിലനിന്നു പോകാൻ, അതുവഴി മുസ്ലിമായി മരിക്കാൻ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിയാറുകൾക്ക് റബ്ബ് സംവിധാനിച്ചു വെച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ അവസാനിച്ചാലും അവസാനിക്കാൻ പാടില്ലാത്ത പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. റമദാൻ പിന്നിട്ടാലും തുടർന്നു പോകേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വഴിയും വെളിച്ചവുമായി തീരേണ്ട അല്ലാഹുവിൻ്റെ ഗ്രന്ഥം, അതുമായുള്ള അതിൻ്റെ വായനയും പഠനവും മനനവും അതിൻ്റെ ജീവിതം കൊണ്ട് പിന്തുടരുമൊക്കെ വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ദുനിയാവിൽ നമ്മുടെ ജീവിതം സമാധാനത്തിൽ നിലനിർത്തിക്കൊണ്ടാകും പരലോകത്ത് ഖുർആനിൻ്റെ അനുകൂലമായ സാക്ഷ്യം ലഭിക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആന് നൽകിയ പരിഗണനയും അതിൻ്റെ സുരക്ഷിതത്വത്തിനും അല്ലാഹു സ്വീകരിച്ച നിലപാടുകളുമൊക്കെ എത്രമാത്രം ജാഗ്രതയോടും സൂക്ഷ്മതയോടും കൂടിയായിരുന്നു എന്ന് കഴിഞ്ഞ ഖുതുബയിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അത് ഏറ്റുവാങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബി സമൂഹത്തിന് അതെങ്ങനെയാണ് പകർന്നു നൽകിയത് എന്നും അവരതുകൊണ്ട് ലോകത്ത് സാധിച്ചത് എന്താണ് എന്നതിനെ സംബന്ധിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. ഖുർആൻ വായിക്കാൻ പഠിക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒന്നാമത്തെ കൽപ്പന അനുസരിച്ച്
അനുസരിക്കാൻ എനിക്ക് സമയമില്ല എന്നാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യത്തെ കൽപ്പന തന്നെ അംഗീകരിക്കാൻ നമുക്ക് സൗകര്യമില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസികൾക്ക് ചേർന്ന നിലപാടല്ല അത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഖുർആനുമായി ഇടപഴകാത്ത ഒരു ദിവസം കടന്നു പോകാൻ പാടില്ല എന്നാണ് സഹോദരങ്ങളോട് ഗുണകാംക്ഷികളോട് കൂടി സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നമുക്കൊരു വിളക്കാണ്. അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള, ദൈവീകമായ സംരക്ഷണമുള്ള പടച്ചവന്റെ വിളക്കാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അള്ളാഹു തന്നെ സംരക്ഷണ ബാധ്യത ഏറ്റെടുത്ത പടച്ചവന്റെ വിളക്കാണ് വിശുദ്ധ വേദഗ്രന്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ മനസ്സിനെയും ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്ന, നമ്മുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും ഒക്കെ കയറി വരുന്ന പല തരത്തിലുള്ള ഇരുട്ടുകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള വിളക്കും വെളിച്ചവുമാണ് ആകണം വിശുദ്ധ ഖുർആൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ശിർക്കും കുഫറുമാകുന്ന ഇരുട്ടുകൾ, ബിദ്അത്തുകളും ജഹാലത്തുകളും വലാലത്തുമാകുന്ന ഇരുട്ടുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഇരുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്കും നെഞ്ചകങ്ങളിലേക്കും ഒക്കെ കയറി വരാൻ സാധ്യതയുള്ള ലോകത്തും കാലത്തുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനാകുന്ന വിളക്കിൽ നിന്നും വെളിച്ചം പരക്കുമ്പോഴാണ് എല്ലാ അർത്ഥത്തിലുള്ള ഇരുട്ടുകൾ സ്വയം ഇല്ലാതായി തീരുക. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിനെ സ്വീകരിച്ച, ഇതിനെ പരിഗണിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലുമുള്ള ഇരുട്ടുകളിൽ നിന്ന് അള്ളാഹു അവരെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. വിശ്വാസികളുടെ രക്ഷകൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. ആ രക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളായ മുഅ്മിനുകളെ എല്ലാ അർത്ഥത്തിലുമുള്ള അന്ധകാരങ്ങളിൽ നിന്നും ഏകമായ പ്രകാശത്തിലേക്ക്, വെളിച്ചം ഒന്നേയുള്ളൂ. ദുൽമുകൾ, അന്ധകാരങ്ങൾ ധാരാളമാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള അന്ധകാരങ്ങളിൽ നിന്നും ഏകമായ വെളിച്ചത്തിലേക്ക്, വിശ്വാസമാകുന്ന വെളിച്ചത്തിലേക്ക്, വിജയ വഴിയായ അള്ളാഹുവിന്റെ ദീനാകുന്ന വെളിച്ചത്തിലേക്ക് പടച്ച റബ്ബ് അവരെ വഴി നടത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനാകുന്ന വിളക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കയ്യിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു കാര്യത്തിലും അവർക്ക് ഒരു അവ്യക്തതയും ഉണ്ടാവുകയില്ല, ഒരു സങ്കീർണതയും അവർക്ക് അനുഭവപ്പെടുകയില്ല. ഏത് സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള അങ്കരാപ്പുകളും ഉണ്ടാവുകയില്ല. ഈ വിളക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ സംഗതികളെയും കൃത്യമായി വിലയിരുത്താൻ, ഓരോ വിഷയത്തിലും നിലപാടുകൾ സ്വീകരിക്കാൻ ഈ വിളക്കിൽ നിന്നും വെളിച്ചം സ്വീകരിക്കുന്ന വിശ്വാസികൾക്ക് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനാകുന്ന വിളക്ക് കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലമായി ഈ ലോകത്ത് വെളിച്ചം വിതറിക്കൊണ്ട് നിലനിൽക്കുകയാണ്. വെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം അതിന്റെ അജയ്യമായ അതിന്റെ ശേഷി ഇന്നും നിലനിൽക്കുകയാണ്. ഇതേ വിളക്കിൽ നിന്ന് തന്നെയാണ് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും വെളിച്ചം ലഭിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ നെഞ്ചകങ്ങളിൽ വെളിച്ചമാകണം, നമ്മുടെ ഹൃദയങ്ങൾക്ക് വസന്തമാകണം എന്ന് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വശിഫാഅ ഹമ്മിനാ വഹമ്മിനാ. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ. പടച്ചവനെ, ഈ ഗ്രന്ഥത്തെ, നിന്റെ വെളിച്ചമാകുന്ന വിശുദ്ധ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ വസന്തമാക്കണം, ഞങ്ങളുടെ നെഞ്ചകങ്ങൾക്ക് അത് നീ വെളിച്ചമാക്കണം. വനൂറ സുദൂരിനാ, ഞങ്ങളുടെ നെഞ്ചകങ്ങളിൽ നീ അത് വെളിച്ചമാക്കണം. പക്ഷെ പ്രിയമുള്ളവരെ, പ്രകാശിച്ചുകൊണ്ടിരിക്കെ തന്നെ ഈ വിളക്കിനെ എത്ര പേർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനാകുന്ന ഈ വിളക്കിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഈ മഹാഗ്രന്ഥം കാണിച്ചു തരുന്ന വിമോചനത്തിന്റെ പാതയിലൂടെ മനുഷ്യ സമൂഹത്തിൽ എത്ര പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ വിളക്ക് പ്രകാശിച്ചു കൊണ്ടിരിക്കെ തന്നെ, വിശുദ്ധ ഖുർആനാകുന്ന ഈ വിളക്കിൽ നിന്നും വെളിച്ചം പ്രസരിച്ചു കൊണ്ടിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് മനുഷ്യ സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും ഈ പ്രകാശത്തിന്റെ പ്രയോജനം ലഭിക്കാതെ പോയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
എന്തുകൊണ്ട് പടച്ചവന്റെ ഈ വെളിച്ചത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളാണിത്. പരിശുദ്ധ ഖുർആനാകുന്ന ഈ വിളക്കും ആ ഖുർആൻ പ്രസരിപ്പിക്കുന്ന വെളിച്ചവും അതിൽ നിന്നും യഥാർത്ഥത്തിൽ പ്രയോജനം ലഭിക്കുന്നത് ആർക്കാണ്? ആരാണ് ഈ വെളിച്ചം പ്രയോജനപ്പെടുത്തുന്നവർ? ഈ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്ന സവിശേഷമായ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. ബാബുൽ ഖുർആനാകുന്ന ഖുർആനിന്റെ വാതിൽ തുറന്നുകൊണ്ട് നമ്മൾ പരിശുദ്ധ ഖുർആനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി എത്തിച്ചേരുന്നത് സൂറത്തുൽ ബഖറയിലാണ്. ആ സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് തന്നെ അത് വിശദീകരിച്ചുകൊണ്ടാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആർക്കാണ് ഈ വെളിച്ചം പ്രയോജനപ്പെടുന്നത്? ആരാണ് ഈ പ്രകാശത്തെ വേണ്ട വിധം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്? ആർക്കൊക്കെയാണ് പടച്ചവന്റെ വെളിച്ചം ഉപകാരപ്പെടുന്നത് എന്ന് ഈ വെളിച്ചത്തിന്റെ ഉടമ തന്നെ വളരെ ലളിതമായി വിശദീകരിച്ചിരിക്കുകയാണ്. ഹുദൽ ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. പരിശുദ്ധ ഖുർആന്റെ വെളിച്ചം പ്രയോജനപ്പെടുന്നത് മുത്തഖീങ്ങൾക്കാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഖുർആനിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. മുത്തഖീങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നിടത്ത് മാർഗദർശനമാകൂ എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. അപ്പോ സ്വാഭാവികമായും നമുക്കൊക്കെ ഒരു സംശയം ഉയർന്നു വരിക സ്വാഭാവികമാണ്. ഖുർആൻ പഠിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ഒരാൾ മുത്തഖിയായി തീരുന്നത്. ഖുർആൻ പഠിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ഒരാൾ മുത്തഖിയായി തീരുന്നത്. അപ്പൊ മുത്തഖിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിത്തീരാൻ എന്തുണ്ട് വഴി? അപ്പോ വിശുദ്ധ ഖുർആൻ മുത്തഖിങ്ങൾക്കാണ് വെളിച്ചവും വഴികാട്ടിയുമായി തീരുക എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ തന്നെ ഇതിന് നമുക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ആന്തരികമായി എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തഖ്വാ ബോധം നൽകിയിട്ടുണ്ട് എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫഅൽഹമഹാ ഫുജൂറഹാ വ തഖ്വാഹാ. ഫഅൽഹമഹാ ഫുജൂറഹാ വ തഖ്വാഹാ. ഓരോ മനുഷ്യനിലും ജന്മസിദ്ധമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തഖ്വാ ബോധം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ആ തഖ്വാ ബോധം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ആർജിച്ച തഖ്വയല്ല. ഒരു മനുഷ്യനിൽ സഹജമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള സഹജ തഖ്വാ ബോധമാണത്. നന്മ ഏതാണ്, തിന്മ ഏതാണ്, പാപം ഏതാണ്, പുണ്യം ഏതാണ് എന്ന കാര്യത്തിൽ മനുഷ്യനുള്ള ഒരു ആന്തരികമായ ഒരു അവബോധമാണത്. ഈ കാര്യത്തിൽ എല്ലാവരും ആർക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ടതില്ല. എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമാണ്. മോഷ്ടിക്കുന്ന ഒരു മനുഷ്യനും മോഷണം ഒരു പുണ്യകർമ്മമാണെന്ന് വിശ്വസിക്കുന്നില്ല. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ഒരാളും അതൊരു സൽക്കർമ്മമാണെന്ന് വിചാരിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത്. അതൊക്കെ തിന്മയാണെന്ന് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതത്തിന് സുപരിചിതമായ കാര്യങ്ങളെയും മനുഷ്യന്റെ ഫിത്രത്തിന് അനുയോജ്യമല്ലാത്ത മോശമായ കാര്യങ്ങളെയും അഥവാ നല്ല കാര്യങ്ങളെയും ചീത്ത കാര്യങ്ങളെയും സംബന്ധിച്ച ഒരു സഹജമായ ഒരു ബോധം മനുഷ്യന്റെ ഉള്ളിൽ ജന്മനാ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് സൃഷ്ടിച്ച റബ്ബ് തന്നെ വ്യക്തമാക്കുകയാണ്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വ തഖ്വാഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ നഫ്സിനെ കുറിച്ച് പറയുകയാണ്. ആ നഫ്സിനെ സൃഷ്ടിക്കുകയും അതിനെ കുറ്റമറ്റതാക്കുകയും ചെയ്ത പടച്ച റബ്ബ് സ്വന്തത്തെ പിടിച്ചാണയിട്ടുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഫഅൽഹമഹാ ഫുജൂറഹാ വ തഖ്വാഹാ. അധർമ്മത്തെ ധർമ്മത്തെയും അധർമ്മത്തെയും സംബന്ധിച്ച മനുഷ്യ മനസ്സിന് ബോധനം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല, അഥവാ ജന്മസിദ്ധമായി തന്നെ മനുഷ്യ ഹൃദയത്തിൽ ഈ ധർമാധർമ്മ ബോധത്തെ, ഈ പുണ്യപാപ ബോധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എല്ലാ മനുഷ്യരിലും നന്മയോടൊരു ആഭിമുഖ്യമുണ്ട്, തിന്മയോടൊരു വിയോജിപ്പും വെറുപ്പുമുണ്ട്. നന്മയോടുള്ള ഈ ആഭിമുഖ്യത്തെ പലപ്പോഴും മനുഷ്യൻ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ദേഹേച്ഛയുടെ താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ട്, പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഈ നന്മയോടുള്ള ആഭിമുഖ്യത്തിൽ പലപ്പോഴും മനുഷ്യൻ പിറകോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും, ഓരോ മനുഷ്യ കുഞ്ഞും ജനിക്കുന്നത് വളരെ ശുദ്ധമായ പ്രകൃതത്തിലാണ്. ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. പിന്നീട് അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദനോ മജൂസിയോ നസ്രാനിയോ ഒക്കെ ആക്കുന്നത് എന്ന്. അഥവാ ഓരോ മനുഷ്യക്കുഞ്ഞും പിറക്കുന്നത് ശുദ്ധമായ ഫിത്രത്തിലാണ്. അത് പറയന്റെയോ പുലയന്റെയോ മുസ്ലിമിന്റേതോ ക്രിസ്ത്യാനിയുടെയോ ജൂതന്മാരെയോ സിഖുകാരന്റെയോ മതമില്ലാത്തവന്റെയോ യുക്തിവാദിയുടെയോ ആരുടെ കുഞ്ഞുമാകാം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര
എല്ലാവരും ശുദ്ധമായ പ്രകൃതത്തിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ മാനസികാവസ്ഥയിലാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവനെ മറ്റൊന്നാക്കി മാറ്റുന്നത് അവന്റെ മാതാപിതാക്കളാണ്. ആ കുഞ്ഞിന് കൊടുക്കുന്ന ശിക്ഷണ പാഠങ്ങളാണ്, അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ്. അഥവാ മനുഷ്യനെ അവന്റെ ശുദ്ധ പ്രകൃതത്തിൽ നിന്നും അകറ്റി മാറ്റുന്നതും തിന്മയിലേക്കും അസത്യ ദർശനങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നതും അവൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള അവന്റെ മാതാപിതാക്കൾ അവന് നൽകുന്ന ശിക്ഷണ പാഠങ്ങളും അവൻ ജീവിച്ചു വരുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമാണ് എന്ന്. അഥവാ ജന്മസിദ്ധമായിട്ടുള്ളത്, മനുഷ്യന് ജന്മസിദ്ധമായിട്ടുള്ളത് ശുദ്ധവും നിഷ്കളങ്കവുമായ മനസ്സാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശുദ്ധ പ്രകൃതത്തെ, ആ നന്മയുടെ നാമ്പുകളെ അടിച്ചമർത്തുകയും തളർത്തുകയും ചെയ്യുമ്പോഴാണ് അധർമ്മം അവനെ കീഴ്പ്പെടുത്തുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരൊക്കെ ഈ ശുദ്ധമായ പ്രകൃതത്തെ അടിച്ചമർത്തുകയും അതിനെ ദുഷിപ്പിച്ചു കളയുകയും ചെയ്യുന്നുവോ അവർ പരാജയത്തിന്റെ പടുകുഴിയിൽ പതിച്ചുവെന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. നന്മയോടുള്ള ആഭിമുഖ്യത്തെ, തഖ്വാ ബോധത്തെ വളർത്തി വികസിപ്പിച്ച് ജീവിതം നന്മ നിരതമായി നയിക്കുന്നവരാരോ അവരാണ് വിജയപാതയിൽ പ്രവേശിക്കുന്നവർ. അത് അഫ്ലഹ മൻ സക്കാഹ. പ്രിയമുള്ളവരെ, ഈ തഖ്വാ ബോധം, നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാനുള്ള മനുഷ്യ മനസ്സിന്റെ താല്പര്യം, ശരിയുടെ പക്ഷത്ത് നിൽക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം, നീതിയോടുള്ള മനുഷ്യന്റെ പ്രതിബദ്ധത, അതൊക്കെ വളർത്താനും വികസിപ്പിക്കാനും സന്നദ്ധതയുള്ള സത്യവിശ്വാസികൾക്കാണ് വിശുദ്ധ ഖുർആൻ ഹുദയായി തീരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അഥവാ സത്യത്തോട് താല്പര്യമില്ലാത്ത, നന്മയുടെ വഴിയിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത, പ്രപഞ്ചത്തിന്റെ ഒരു പരാശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പടച്ചവന്റെ വഴിയിൽ സഞ്ചരിക്കണമെന്ന് മോഹമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആൻ അവർക്ക് വെളിച്ചമായി, ഹുദയായി, മാർഗദർശനമായി തീരുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും തിന്മയുടെ വഴിയെ സഞ്ചരിക്കുന്നു? അഥവാ ഈ വിശുദ്ധ ഖുർആൻ പ്രസരിപ്പിക്കുന്ന വെളിച്ചത്തിൽ നിന്നും, ഈ വിളക്കിൽ നിന്നുള്ള വെളിച്ചത്തെ നിരാകരിച്ചും നിഷേധിച്ചും കൊണ്ട് ധിക്കാരത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ളുലുമാത്തുകളുടെ വഴിയിൽ സഞ്ചരിക്കുന്നു എന്നതിനുള്ള ഉത്തരമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. 14 നൂറ്റാണ്ടുകാലമായി പരിശുദ്ധ ഖുർആൻ ഒരു സൂര്യനെ പോലെ ഉജ്ജ്വലമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ സൂര്യപ്രകാശത്തിന് നേരെ കണ്ണടച്ചു നിന്നാൽ സൂര്യൻ എത്ര തന്നെ ഉജ്ജ്വലമായി ജ്വലിച്ചു കൊണ്ടിരുന്നാലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് തന്നെയാകും. ഈ വെളിച്ചത്തെ അനുഭവിക്കാൻ അവർക്ക് കഴിയുകയില്ല. അഥവാ വിശുദ്ധ ഖുർആനാകുന്ന അള്ളാഹുവിന്റെ വെളിച്ചത്തെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഇഹപര വിജയത്തിനുള്ള അവസരമൊരുക്കുവാനും വിമോചനത്തിന്റെ മാർഗമാക്കുവാനും സാധിക്കണമെങ്കിൽ അതിനു നേരെ കണ്ണും കൽബും തുറന്നു വെക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. യാതൊരു സന്ദേഹത്തിനും ഒരു സംശയത്തിനും ഇടയില്ലാതെ പഴുതില്ലാത്ത പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങൾക്കാണ് ഹുദയായി തീരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സത്യാന്വേഷണ മനസ്സുള്ള, അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കാൻ മനസ്സുള്ള, സത്യമറിയണം, അത് പിൻപറ്റണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യനാണ് ഈ വെളിച്ചം യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്നത് എന്ന്. പിന്നീട് രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറയുന്നത് ആ വെളിച്ചത്തിന്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഹുദയായി തീരുന്ന വിശ്വാസികളുടെ അടയാളങ്ങളെ സംബന്ധിച്ചാണ്, അടിസ്ഥാനപരമായ അവരുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ചാണ്, അവരുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും സവിശേഷമായി ഉണ്ടായിത്തീരേണ്ട സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമെങ്കിൽ തുടർന്നുള്ള ആഴ്ചകളിൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ഇതിന്റെ തുടർച്ചകളെ കുറിച്ച് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം പ്രിയമുള്ളവരെ, റമദാൻ അവസാനിച്ചാലും അവസാനിപ്പിക്കാൻ പറ്റാത്ത, നമ്മുടെ ജീവിതത്തിന് വെളിച്ചവും വിളക്കുമായി തീരേണ്ട, നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ ഹുദയുടെ സബീലിൽ തന്നെ മുന്നോട്ട് നയിക്കേണ്ട വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അറ്റുപോകാതെ, ദുർബലമായി തീരാതെ നിലനിർത്തിക്കൊണ്ടുപോകുക എന്നത് വളരെ പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും. അൽഹംദുലില്ലാഹി അൽദി അൻഅമ അലൈനാ വ ഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ ബഅദ വ അലാ ആലിഹി വ അസ്ഹാബിഹി ومن تبعهم بإحسان إلى يوم الدين وجعلنا معهم يا أرحم الراحمين. أيها الإخوان والأخوات، أوصيكم ونفسي ثانيا بتقوى الله.
യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി പടച്ചവനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകളെ മാനിച്ച് തഖ്വയുടെ പാതയിൽ റൂഹ് പിരിയുന്ന നിമിഷം വരെയും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പലരും ഇതിനകം നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലരെങ്കിലും അതിന് ഉച്ചയ്ക്ക് ശേഷം 6 മണി വരെയുള്ള സമയത്തിനിടയിൽ പോകാനുള്ള നിശ്ചയമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഏതായാലും നമ്മുടെയൊക്കെ രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. കേവലം വോട്ട് ചെയ്യുക എന്നതിനപ്പുറത്ത് ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇനിയും ഒരാളത്തിൽ ജനങ്ങളോട് കരുണയില്ലാത്ത രാജ്യത്തിലെ ഒരു പ്രബല മത വിഭാഗത്തെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാനും എന്നല്ല അവരുടെ അസ്തിത്വം തന്നെ പിഴുതെറിയാൻ, പൗരത്വം പോലെ റദ്ദ് ചെയ്യാൻ, മൗലിക അവകാശങ്ങൾ നിരാകരിക്കുന്ന ഒരു സംഘം ഇനിയും അധികാരത്തിലെത്തുക എന്നത് രാജ്യത്തിൻ്റെ ഭാവിയിൽ താല്പര്യമുള്ള ആർക്കും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത സംഗതിയാണ്. അതൊരു നിലപാടായി നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. അതിനേറ്റവും സഹായകരമായ നിലപാടായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. തീർച്ചയായും കേവലം വോട്ട് ചെയ്യുക എന്നതിനപ്പുറത്ത് നിലപാടുകൾ നമുക്ക് പ്രാർത്ഥനകളാകാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ പ്രാർത്ഥനകളായി പടച്ചവനുമായി പങ്കുവെക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അസ്വസ്ഥമായ കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ മുഖ്യ പരിഗണന വരാറുള്ളത്. രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ മാത്രം ഭാവിയല്ല, ഇന്ത്യയായി നിലനിൽക്കണം എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നതാണെങ്കിൽ ആ ആശങ്ക അല്ലാഹുവുമായി പങ്കുവെക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ പരിമിതികളെ പടച്ചവനുമായി പങ്കുവെക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുകയും ബാക്കി പടച്ചവനിൽ തവക്കൽ ചെയ്യുകയും പ്രാർത്ഥനകളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്ന് വളരെ പ്രധാനമാണ്. ജനങ്ങളോട് കരുണ കാണിക്കാത്ത, നമ്മുടെ കാര്യത്തിൽ ജനങ്ങളുടെ കാര്യത്തിൽ പടച്ചവനെ ഭയപ്പെടാത്ത, ഒരു വിചാരണയെ പേടിക്കാത്ത ഭരണാധികാരിയിൽ നിന്നും കാത്തുരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കറിയാം, ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു യൂഫ്രട്ടീസ് നദീതീരത്ത് ഒരു ആട്ടിൻകുട്ടി എങ്ങാനും വിശന്നു മരിച്ചാൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്നു മരിച്ചാൽ നാളെ ഉമർ അതിന്റെ പേരിൽ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് ഒരു ഭരണാധികാരിയെ കൊണ്ട് പറയിപ്പിച്ചു. അതാണ് ഭരണാധികാരി. ആ ഉമറിന്റെ ഭരണമാണ് ഈ രാജ്യത്തിന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി. ഞാൻ സ്വപ്നം കാണുന്ന രാമരാജ്യം ആ ഉമറിന്റെ ഭരണമാണിത്. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം ഒരു രാജ്യത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിച്ച മഹാനായ 2ാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയ ഭരണാധികാരിയാണ്. പ്രിയമുള്ളവരെ, അത്തരം ഒരു ഭരണാധികാരിയെ കുറിച്ചുള്ള സ്വപ്നം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ജനങ്ങളോട് മാത്രമല്ല, പ്രകൃതിയോടും കാരുണ്യമുള്ള, ജന്തു ജീവജാലങ്ങളോടും സ്നേഹവും കാരുണ്യമുള്ള, ഇവയോടൊക്കെയുള്ള ബാധ്യതകളുടെ നിർവഹണ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന, ഒരു വിചാരണയെ ഭയപ്പെടുന്ന അത്തരം നല്ല ഭരണാധികാരികൾക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. വലിയ ഷർറിൽ നിന്നും രക്ഷ നേടുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിലവിൽ നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തെ ആമോഗ്രാഗ്രഹം ഗ്രസിച്ചു കഴിഞ്ഞ ഈ മഹാവിപത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെയും രാജ്യനിവാസികളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹംനാ എന്നതൊരു പ്രാർത്ഥനയാണ്. പടച്ചവനെ ലാ തുസല്ലിത് അലൈനാ
ഞങ്ങളുടെ മേൽ നീ അധികാരം നൽകരുത് റബ്ബേ. മല്ല യഹാഫുക, നിന്നെ ഭയപ്പെടാത്തവർക്ക്, വലാ യർഹംന, ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക്, അഥവാ ഞങ്ങളോട് കരുണ കാണിക്കാത്തവരും നിന്നെ ഭയപ്പെടാത്തവരുമായ ആർക്കും നീ അധികാരത്തിന്റെ ശക്തി അവർക്ക് നീ നൽകലേ എന്നാണ് ആ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് കരുണയുള്ള, ജനങ്ങളുടെ കാര്യത്തിൽ പടച്ചവനെ ഭയപ്പെടുന്ന, നീതിയോടുകൂടി നിലപാടുകൾ സ്വീകരിക്കുന്ന, സത്യത്തോട് പ്രതിബദ്ധതയുള്ള, ധർമ്മത്തോട് പ്രതിബദ്ധതയുള്ള, രാജ്യനിവാസികളോട് പ്രതിബദ്ധതയുള്ള ഭരണാധികാരികളെ നൽകി അല്ലാഹു ഈ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് വയ്യിബ് തറാഹും വജഅലൽ ജന്നത മഅവാഹും. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم دمر أعداءك وأعداء الدين. اللهم انصر من نصر دين محمد صلى الله عليه وسلم وجعلنا منكم، واخذل من خذل دين محمد صلى الله عليه وسلم ولا تجعلنا منكم. اللهم انصر إخواننا في فلسطين، اللهم انصرهم على عدوك وعلى عدوهم يا ذا الجلال والإكرام. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.